ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് പാർട്ട് ടൈം ജോബിന് ഒരു ട്രയലിന് വിളിപ്പിച്ചിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ. റൂട്ടിൽ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് ബസ്സൊക്കെ ഇച്ചിരി ലേറ്റ് ആയി കിട്ടാൻ, എന്നാലും ഓൾമോസ്റ്റ് ടൈമിനെത്തി. ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമാണത്. ഈ മാൾട്ടയിലേക്ക് ഇപ്പോൾ വരുന്നവരും അതുപോലെ ഉള്ളവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. കാരണം ഈ ഏരിയയിൽ അത്യാവശ്യം കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ വാക്കൻസീസ് ഉണ്ട്. ഈ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ബീച്ചിന്റെ സൈഡ് ആയതുകൊണ്ടൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളിലെ ആൾക്കാരെ വേണം സമ്മർ സ്റ്റാർട്ട് ചെയ്തില്ലേ. അങ്ങനെ ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡ് എക്സ്പെൻസിനൊക്കെ നല്ലതാണ്. പിന്നെ നാട്ടിൽ അത്യാവശ്യം കാറ്ററിങ്ങിനൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ ജോലി അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊന്നുമില്ല. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം വെതർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു തിരക്ക് കുറവുള്ളൂ, അല്ലെങ്കിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവും. ഈ തിരക്കുള്ള കുറവുള്ള സമയത്ത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ ഇവിടെ തന്നെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പൂളുണ്ട്. അവിടെ കുറേ സ്റ്റുഡൻസ് ഒക്കെ സ്വിമ്മിങ് പഠിക്കാനും അതുപോലെ ഒരു ഗെയിംസ് ആയിട്ടും വരും. അതുപോലെ ബീച്ചാണ് അതിൻ്റെ അപ്പുറത്ത്. കുറേ ടൂറിസ്റ്റുകൾ വരും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുള്ള ഒരു കഫേയാണ്. ഇതുപോലെ കുറേ കഫേകൾ ഈ ഏരിയ തന്നെ ഉണ്ട്. ഈ മാർസസിലോക്ക് ബിസർബുജിയ എന്നൊക്കെ പറയും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അങ്ങനെ പിന്നെ എനിക്കൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്ന പുള്ളിക്കാരിൽ പുള്ളി ഇവിടുത്തെ മാനേജറാണ്, മലയാളി. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മണ്ടത്തിനെ കാണിച്ച് കഴിഞ്ഞാൽ ആൾ കൂടി ഒന്ന് ഞാൻ പറഞ്ഞു തരും. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ ഇത് വിഷു ആയി. പിന്നെ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പരിപാടിക്കൊന്നും പോകാൻ പറ്റുന്നില്ല, കാരണം വർക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ശരി, കാണാം.